ഖുർആൻ ആസ്വാദനം 48 ഭാഗം വിഗ്രഹപൂജയ്ക്കുള്ള പ്രായശ്ചിത്തം. വിശുദ്ധ ഖുർആൻ 2 അധ്യായം സൂറത്തുൽ ബഖറ 54 ആയത്ത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം: എൻ്റെ ജനമേ, പശുക്കുട്ടിയെ സ്വീകരിച്ചതുവഴി നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. തീർച്ച. അതിനാൽ നിങ്ങളുടെ നിർമ്മാതാവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുകയും നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയുകയും ചെയ്യുക. നിങ്ങളുടെ നിർമ്മാതാവിൻ്റെ പക്കൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. അങ്ങനെ അവൻ നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ وَإِذْ قَالَ എന്ന് പറയുമ്പോൾ വഇദ് ദാൽ കൽക്കലയായി പോരുത്. ഖാല എന്ന് പറയുമ്പോൾ ഖാഫിൻ്റെ ഉച്ചാരണത്തിൽ അതിൻ്റെ സ്വരഭാരവും തഫ്ഖീമും ഉൾക്കൊള്ളണം. അതായത് ഖാല എന്ന് പറഞ്ഞിട്ട് മഖ്റജ് മാത്രം ശരിയായിട്ട് കാര്യമില്ല. ഖാല ഖോ ഖോ വായ നിറച്ചുകൊണ്ട് ഉച്ചരിക്കണം. വഇദ് ഖാല അങ്ങനെ പറയാം. യാ ഖൗമി ഇന്നകും, നൂനിന് അവിടെ ശദ്ദുണ്ട്, ഗുന്ന ചെയ്യാൻ മറക്കരുത്. ളലംതും അൻഫുസകും, അൻഫുസ് ആ നൂനിനെ മറച്ച് മണിച്ച് ഹൈഡ് ചെയ്തിട്ട് ഇഖ്ഫ ചെയ്തിട്ടാണ് നമ്മൾ ഓതേണ്ടത്. അൻഫുസകും ബിത്തിഖാദികുമുൽ ഇജ്ൽ, അൻഫുസകും ബി അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഒരു ബാ വരുമ്പോൾ അവിടെയും ചെറിയ രൂപത്തിലുള്ള ഇഖ്ഫായോടുകൂടെ ഗുന്ന ചെയ്തിട്ടാണ് മറച്ച് മണിച്ച് തന്നെയാണ് നമ്മൾ ഓതേണ്ടത്. ഐജിലിൻ്റെ അവിടെ എത്തുമ്പോഴേക്ക് ശ്വാസം നമുക്ക് ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഐജിൽ ഐജിൽ എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ബിത്തിഖാദികുമുൽ ഇജ്ൽ എന്ന് പറഞ്ഞ് എടുത്ത് ഓതി വരാം. ഫതൂബൂ ഇലാ ബാരിഇകും, ഫതൂബൂ അവിടെ മദ്ദുണ്ട്, നീട്ടിക്കൊണ്ട് ഓതുക. ഫഖ്തുലൂ അവിടെയും മദ്ദുണ്ട്, അതും നീട്ടിക്കൊണ്ട് ഓതുക. അൻഫുസകും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഈ നൂനിനെ മറച്ച് മണിച്ച് ഇഖ്ഫ ചെയ്തിട്ടാണ് നമ്മൾ ഓതേണ്ടത്. ذَلِكُمْ خَيْرٌ لَكُمْ عِندَ بَارِئِكُمْ خَيْرٌ لَكُمْ, ഖൈറുൻ ലക്കും എന്ന ഖൈറുൻ എന്ന തൻവീൻ കേൾക്കാതെ അടുത്ത ലാമിലേക്ക് മെർജ് ചെയ്തിട്ട് ഇദ്ഗാമുൻ ബിലാ ഗുന്ന മണിക്കാതെ ആണ് നമ്മൾ ഓതേണ്ടത്. മെർജ് ചെയ്യുന്നു മണിക്കാതെ. ഈന്ദ എന്നിടത്ത് വീണ്ടും ഇഖ്ഫ വന്നിട്ടുണ്ട്, ആ നൂനിനെ മറച്ച് മണിച്ചാണ് നമ്മൾ ഓതേണ്ടത്. ഫതാബ അലൈക്കും അവിടെ നമുക്ക് നിർത്താം. നിർത്താനുള്ള അടയാളമായിട്ടാണ് ജീമിനെ, ജായിസാണ്, നിർത്തൽ അനുവദനീയമാണ് അവിടെ. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, ഇന്നഹു നൂനിന് അവിടെയും നമുക്ക് പണിക്കാനുണ്ട്. ഇന്നഹു എന്നുള്ള ഹാ ഉള്ളമീറിൻ്റെ ചെറിയ ഒരു ദീർഘം നമുക്കവിടെ കാണാൻ പറ്റും. 2 ഹർക്കത്തിൻ്റെ അളവിൽ മാത്രമാണ് നമുക്കവിടെ നീട്ടേണ്ടത്. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം എന്ന്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തിട്ടും ഇസ്രായേല്യർക്ക് പുറത്തു കൊടുത്ത അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ വചനം പരാമർശിക്കുന്നത്. ഏകദൈവാരാധനയുടെ മഹത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിതം നീക്കിവെച്ച ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പിൻഗാമികളായ ഇസ്രായേല്യർക്ക് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തെറ്റാണ് അവർക്ക് സംഭവിച്ചത്. പ്രവാചകന്മാരായിരുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മകനായ ഇസ്ഹാക്ക് അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ മകനായ യാക്കൂബ് അലൈഹിസ്സലാമും എല്ലാം പിന്തുടർന്ന പാതയിൽ നിന്നുള്ള വ്യക്തമായ വ്യതിചലനം.
മൂസ അലൈഹിസ്സലാമയുടെ നിയോഗത്തോടെ കൃത്യമായ ദൈവിക മാർഗദർശനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനതയിലെ ഒരാൾ പോലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഏതാനും ദിവസം അദ്ദേഹത്തെ കാണാൻ കഴിയാതിരുന്നപ്പോൾ അവർ മൊത്തത്തിൽ ചെയ്തത്. മൂസ അലൈഹിസ്സലാമയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അമാനുഷിക ദൃഷ്ടാന്തങ്ങളെല്ലാം അനുഭവിച്ചറിഞ്ഞവരും അദ്ദേഹം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മഹാദൂതനാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയവരുമാണവർ. നിലത്തിട്ടാൽ സർപ്പമായി മാറുന്ന വടിയുടെ അത്ഭുതത്തിനു മുമ്പിൽ ഫറോവാനും കൂട്ടരുമെല്ലാം പരാജയപ്പെട്ടത് കണ്ടവർ. തങ്ങൾക്ക് മുന്നിൽ സമുദ്രത്തിൽ വഴി തുറന്നതിനും ധിക്കാരിയായ ഫറവോനും കൂട്ടർക്കും മുന്നിൽ ആ വഴി അടഞ്ഞതിനും അവർ സമുദ്രത്തിൽ മുങ്ങി മരിച്ചതിനുമെല്ലാം ദൃക്സാക്ഷിയായവർ. കർത്താവിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയനായി ക്രൂരനായ ഭരണാധികാരിയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്തുകയും വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന മോശയെ ദൈവദൂതനായി മനസ്സിലാക്കിയവർ. അവർ ഒരു കാരണവശാലും മോശയും മുൻ പ്രവാചകന്മാരുമെല്ലാം പഠിപ്പിച്ച പ്രധാനപ്പെട്ട കൽപ്പന ലംഘിക്കുവാൻ പാടില്ലായിരുന്നു. പക്ഷേ അവർ അത് ലംഘിച്ചു. ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്ത തെറ്റ്. പക്ഷേ കാരുണ്യവാനായ അള്ളാഹുവിന്റെ ദൂതനായ മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞത് പശ്ചാത്തപിച്ച് മടങ്ങാനാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം അവർ പശ്ചാത്തപിച്ചപ്പോൾ രക്ഷിതാവ് അവർക്ക് പുറത്തു കൊടുത്തു. പശ്ചാത്താപം ഇഷ്ടപ്പെടുന്നവനായ അള്ളാഹു ഇസ്രായേൽ സമുദായത്തിനു മേൽ ചൊരിഞ്ഞ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നു തന്നെയാണിത്. ഇസ്രായേല്യരോടുള്ള മൂസാ നബി അലൈഹിസ്സലാമയുടെ നിർദ്ദേശങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വചനത്തിന്റെ ആരംഭം. എന്റെ ജനമേ, പശുക്കിടാവിനെ സ്വീകരിച്ചത് വഴി സ്വന്തത്തോടു തന്നെ നിങ്ങൾ അക്രമം ചെയ്തിരിക്കുകയാണ് തീർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം അവരോടുള്ള സംസാരം ആരംഭിക്കുന്നത്. സ്വന്തത്തോടു തന്നെ നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു തീർച്ച എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇന്നക്കും ലലംതും അൻഫുസക്കും എന്ന പ്രയോഗത്തെയാണ്. നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു നിങ്ങളുടെ സ്വന്തത്തിനോട് എന്നാണ് ഇതിന്റെ നേർക്കുനേരെയുള്ള പരിഭാഷ. ഇസ്രായേല്യരെ ചൂണ്ടിക്കൊണ്ടുള്ള നിങ്ങൾ എന്ന 3 തവണ ആവർത്തിച്ചുള്ള അഭിസംബോധന അവർ ചെയ്ത പാതകത്തിന്റെ ഗുരുതരാവസ്ഥയെ ദ്യോതിപ്പിക്കുന്നു. പാപങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സ്വന്തത്തോടുള്ള അക്രമം എന്ന പ്രയോഗം ഖുർആനിൽ നിരന്തരമായി കാണാനാവും. പാപികൾ ചെയ്യുന്നത് സ്വന്തം ശരീരത്തോടും മനസ്സിനോടും ആത്മാവിനോടുമെല്ലാമുള്ള അക്രമമാണ്. ശുദ്ധ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തിനെതിരെയുള്ള അക്രമമെന്നതിലുപരിയായി സ്വന്തത്തിനെതിരെയുള്ള അക്രമമാണ് എന്നാണ് ഖുർആനിക പാഠം. പാപികൾക്ക് ഇഹലോകത്തും മരണാനന്തരവും ലഭിക്കുന്ന ശിക്ഷകൾ അള്ളാഹുവിന്റെ അക്രമമല്ല, അവർ സ്വന്തത്തോട് തന്നെ ചെയ്ത അക്രമമാണെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അള്ളാഹു പറയുന്നത് നാം അവരോട് അക്രമം ചെയ്തിട്ടുമില്ല, അവർ സ്വന്തത്തോട് തന്നെയാണ് അക്രമം ചെയ്തിരിക്കുന്നത് എന്നാണ്. 11-ാം അധ്യായം 101-ാം സൂക്തം, 29-ാം അധ്യായം 40-ാം സൂക്തം, 30-ാം അധ്യായം 9-ാം സൂക്തം. ഇസ്രായേല്യർക്ക് വന്നു ഭവിച്ച പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വേറെ സ്ഥലങ്ങളിലും ഇതേ പ്രയോഗം കാണാനാവും. 16-ാം അധ്യായം 160-ാം സൂക്തം. ഗുരുതരമായ പാപങ്ങൾ ചെയ്യുക വഴിയുണ്ടാവുന്ന ഇഹത്തിലെയും പരത്തിലെയും ശിക്ഷകളും പ്രയാസങ്ങളുമെല്ലാം പാപികൾ സ്വയം തന്നെ വരുത്തിവെക്കുന്നതാണെന്നാണ് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നത്. ചെയ്ത പാപത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷം മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേൽ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങുവാനാണ്. പാപം എത്ര ഗൗരവമുള്ളതാണെങ്കിലും ശരി, ആത്മാർത്ഥമായ പശ്ചാത്താപം വഴി അതിന് പരിഹാരമാകുമെന്ന പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ച പാഠം ഇസ്രായേല്യരെ പഠിപ്പിക്കുകയാണിവിടെ. ഇക്കാര്യം ഖുർആൻ അതിന്റെ അഭിസംബോധിതരോട് പറയുന്നത് ഇങ്ങനെയാണ്: പറയുക, സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും. 39-ാം അധ്യായം 53-ാം സൂക്തം. തെറ്റുകൾക്കുള്ള ആത്മീയമായ പരിഹാരമാണ് പശ്ചാത്താപം. ആ പരിഹാരം കൊണ്ട് മാത്രം തെറ്റുകൾക്കുള്ള ഭൗതികമായ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറ്റവാളികൾക്ക് കഴിയില്ല. പശ്ചാത്താപം സ്രഷ്ടാവും അവന്റെ ദാസന്മാരും തമ്മിലുള്ള ഇടപാടാണ്.
അത് എത്രത്തോളം സത്യസന്ധവും ആത്മാർത്ഥവുമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്രഷ്ടാവിങ്കൽ അത് സ്വീകാര്യമാവുക. പശ്ചാത്താപം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആത്യന്തികമായി മനസ്സിലാവുക മരണാനന്തരമുള്ള വിചാരണയ്ക്ക് ശേഷമായിരിക്കും. അല്ലെങ്കിൽ ദൈവികമായ വെളിപാടുകൾ ലഭിക്കുന്ന പ്രവാചകന്മാരിലൂടെ അത് വെളിപ്പെടുത്തപ്പെടണം. ഇസ്രായേല്യരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവൻ തന്നെ അത് വെളിപ്പെടുത്തിയതുകൊണ്ടാണ്. ഖേദപ്രകടനത്തിലൂടെയും മാപ്പപേക്ഷയിലൂടെയും ഇസ്രായേല്യരുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തുവെങ്കിലും വിഗ്രഹാരാധന എന്ന മഹാപാപം ചെയ്ത അവർക്ക് നിശ്ചയിക്കപ്പെട്ട ശിക്ഷ അവർ അനുഭവിക്കുക തന്നെ വേണം. ആ ശിക്ഷയായാണ് സ്വന്തത്തെ തന്നെ നിങ്ങൾ വധിക്കുക എന്ന കൽപ്പന മൂസാ നബി അലൈഹിസ്സലാം പുറപ്പെടുവിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹത്തിൽ, അതും കടൽ പിളരുന്നത് പോലെയുള്ള അത്ഭുതത്തിന് ദൃക്സാക്ഷികളായ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പാതകമാണ് അവർ ചെയ്തത് എന്നതുകൊണ്ട് തന്നെ അവരിലെ പാപം ചെയ്തവരെ എല്ലാം വധിക്കാൻ അവരിൽപ്പെട്ടവരോട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം കൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ വിഗ്രഹാരാധകരെയും അതിലേക്ക് മനസ്സ് ചായാൻ സാധ്യതയുള്ളവരെയും തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായും നിഷ്കാസനം ചെയ്യാനായിരുന്നു ദൈവ തീരുമാനം. ദൈവികമായ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് വിഗ്രഹാരാധന എന്ന മഹാപാപം ചെയ്തവരെ വ്യത്യസ്തങ്ങളായ 3 രീതികളിൽ ദൈവം ശിക്ഷിച്ചുവെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. അവൻ കാളക്കുട്ടിയെ എടുത്തു തീയിലിട്ടു ചുട്ടു, അത് ഇടിച്ചു പൊടിച്ചു പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 20-ാം വചനം എന്നതാണ് അവർക്ക് മോശ നൽകിയ ആദ്യത്തെ ശിക്ഷ. അത് കുടിച്ചവർ അപ്പോൾ തന്നെ മരിച്ചതായി തൽമൂദ് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ശിക്ഷയെപ്പറ്റി ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിന്റെ പക്ഷത്തുള്ളവർ എന്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഓരോ മനുഷ്യനും തന്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ. പാളയത്തിലുടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തനും തന്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ. ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു. അന്നേ ദിവസം 3000-ഓളം പേർ മരിച്ചു വീണു. മോശ പറഞ്ഞു, കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തനും തന്റെ പുത്രനും സഹോദരനും എതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇന്ന് ഒരനുഗ്രഹം തരും. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. പാപം ചെയ്തവർക്ക് ദൈവത്തിൽ നിന്നുള്ള 3-ാമത്തെ ശിക്ഷ ഒരു മഹാമാരി ആയിരുന്നുവെന്നാണ് ബൈബിൾ പറയുന്നത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 35-ാം വചനം. ഇതിലും നിരവധി പേർ മരിച്ചുവെന്ന് തൽമൂദ് വ്യക്തമാക്കുന്നു. യഥാരൂപത്തിലുള്ള മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ദൃക്സാക്ഷികൾക്ക് മുന്നിൽ വെച്ച് വിഗ്രഹാരാധന നടത്തിയവരെ തലയറുക്കുകയും മുന്നറിയിപ്പ് ലഭിക്കാത്തവരെ മഹാമാരിയിലൂടെ കൊല്ലുകയും ദൃക്സാക്ഷികളില്ലാത്ത പാപികൾ കാളക്കുട്ടി വിഗ്രഹത്തെ ഇടിച്ചു പൊളിച്ച് കലക്കിയ വെള്ളം കുടിച്ചപ്പോൾ മരിക്കുകയുമാണുണ്ടായതെന്നാണ് തൽമൂദിന്റെ വിശദീകരണം. തൽമൂദ് രാശി ഷമോട്ട് 32-ാം അധ്യായം 10-ാം വചനം. വിഗ്രഹാരാധന നടത്തിയ ഇസ്രായേല്യർക്ക് നൽകിയ ഒരേയൊരു ശിക്ഷയെക്കുറിച്ച് മാത്രമാണ് ഖുർആൻ പ്രതിപാദിക്കുന്നത്. സ്വന്തത്തെ തന്നെ വധിക്കുക എന്ന ശിക്ഷയാണ് മൂസ അലൈഹിസ്സലാം അവർക്ക് മേൽ നടപ്പാക്കിയത്. മൂസ അലൈഹിസ്സലാമയുടെ ഈ നിർദ്ദേശത്തിനർത്ഥം വിഗ്രഹാരാധന ചെയ്തവരെ അവരുടെ ബന്ധുക്കളായ തെറ്റ് ചെയ്യാത്തവരോട് കൊല്ലുവാൻ ആവശ്യപ്പെട്ടുവെന്നാണെന്ന് സ്വഹാബികളിലെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പ്രമുഖനായ ഇബ്നു അബ്ബാസ് റഹ്മഹുല്ലായിൽ നിന്നോ ഇമാം തബരി തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. നിർമ്മിക്കപ്പെട്ട സ്വർണ്ണ വിഗ്രഹത്തെ ചുട്ടുകരിച്ച് ഭസ്മമാക്കി സമുദ്രത്തിൽ വിതറിക്കളയുകയാണ് ചെയ്തതെന്നാണ് ഖുർആൻ പറയുന്നത്. 20-ാം അധ്യായം 97-ാം സൂക്തം. ഈ ഖുർആനിക വിശദീകരണം തന്നെയാണ് ശരിയെന്ന് ചില ബൈബിൾ പരാമർശങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. ആവർത്തന പുസ്തകം 9-ാം അധ്യായം 21-ാം വചനം. സൂറത്തു ത്വാഹയിലെ വചനം ചർച്ച ചെയ്യുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ബൈബിളിൽ പറയുന്ന 1-ാമത്തെ ശിക്ഷ ഖുർആൻ നിഷേധിക്കുന്നു എന്നർത്ഥം. 3-ാമത്തെ ശിക്ഷയെക്കുറിച്ച് ഖുർആനിൽ സൂചനകൾ ഒന്നുമില്ല. എന്നാൽ കാളക്കുട്ടിയുടെ വിഗ്രഹമുണ്ടാക്കിയ സാമരിക്ക് ഒരു പകർച്ചവ്യാധി ഉണ്ടായതായും
ജനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വന്നതായും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. 20-ാം അധ്യായം 97-ാം സൂക്തം. അവർക്ക് നൽകിയ പ്രധാനപ്പെട്ട ശിക്ഷയായി ബൈബിൾ പരിചയപ്പെടുത്തുന്ന ഓരോരുത്തനും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ എന്ന മോശയുടെ കൽപ്പനയാണ്. അത് തന്നെയാണ് സ്വന്തത്തെ തന്നെ നിങ്ങൾ വധിക്കുക എന്ന ഖുർആനിക പരാമർശവും ഉൾക്കൊള്ളുന്നത്. അങ്ങനെ വധിക്കപ്പെട്ടവർ 3000 പേരായിരുന്നുവെന്ന് ബൈബിൾ പറയുമ്പോൾ എണ്ണത്തിന്റെ കാര്യത്തിൽ ഖുർആനും നബിവചനങ്ങളും നിശബ്ദത പുലർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ 70,000-ഓളം ഇസ്രായേല്യർ അങ്ങനെ കൊല്ലപ്പെട്ടതായി ഇമാം തബരിയെപ്പോലെയുള്ള ചില മുഫസ്സിറുകൾ പ്രസ്താവിക്കുന്നുണ്ട്. കാളക്കുട്ടി വിഗ്രഹമുണ്ടാക്കിയ ഇസ്രായേല്യരോട് പശ്ചാത്താപത്തെയും അവർ നേരിടേണ്ട ശിക്ഷയെയും കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിനെ നിർമ്മാതാവായാണ് മൂസ അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയതെന്നാണ് ഖുർആൻ വ്യക്തമാക്കുന്നത്. നിർമ്മാതാവ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഭാര്യ എന്ന ദൈവനാമത്തെയാണ്. ഖുർആനിൽ 3 തവണയാണ് ഈ ദൈവനാമം ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. 2 തവണയുമുള്ളത് ഈ ആയത്തിലാണ്. അള്ളാഹുവിന്റെ ഉത്കൃഷ്ട നാമങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതിനിടയിൽ സൂറത്തുൽ ഹഷറിലെ 24-ാം സൂക്തത്തിൽ ഖാലിഖ്, മുസവ്വിർ എന്നീ നാമങ്ങൾക്കിടയിലാണ് ഭാര്യ എന്ന് മറ്റൊരു തവണ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ 3 ദൈവനാമങ്ങളെയും സ്രഷ്ടാവ് എന്ന് പരിഭാഷപ്പെടുത്താമെങ്കിലും 3ഉം ദ്യോതിപ്പിക്കുന്നത് സൃഷ്ടിയുടെ 3 മാനങ്ങളെയാണ്. ഖൽക്ക്, ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്തിനെയെങ്കിലും സൃഷ്ടിക്കുവാനുള്ള അള്ളാഹുവിന്റെ തീരുമാനത്തെയും കൽപ്പനയെയും കുറിക്കുന്നു. ബറ, മുൻമാതൃകകളില്ലാത്ത ആ വസ്തുവിനെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് കൊണ്ടുവരികയും ജീവസുറ്റതാക്കുകയും ചെയ്യുന്ന ദൈവിക നടപടിയെ സൂചിപ്പിക്കുന്നു. തസ്വീർ, അതിന് ആവശ്യമായ ഘടനയും രൂപവും നൽകുന്ന അവന്റെ സർഗാത്മകതയെ വ്യക്തമാക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കൃത്യമായ ആസൂത്രണത്തോടെ ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നവനാണ് ഖാലിഖ്. മുൻമാതൃകയൊന്നുമില്ലാതെ അതിനെ ഉണ്ടാക്കുകയും ജീവസുറ്റതാക്കി അതിന് നിശ്ചയിക്കപ്പെട്ട അസ്തിത്വം നൽകുകയും ചെയ്യുന്നവനാണ് ഭാര്യ. അതിനാവശ്യമായ ഘടനയും രൂപവും നൽകി പൂർണ്ണമാക്കി അവതരിപ്പിക്കുന്നവനാണ് മുസവ്വിർ. സൃഷ്ടിയുടെ എല്ലാ മാനങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ് ഈ ദൈവനാമങ്ങൾ. ഇസ്രായേല്യരുടെ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് കാളക്കുട്ടി വിഗ്രഹം നിർമ്മിക്കുകയും അതിനെ ആരാധിക്കുകയും ചെയ്യുക എന്ന മൂഢത്വത്തിൽ വീണുപോയവരോട് മുൻമാതൃകകളില്ലാതെ എല്ലാറ്റിനെയും നിർമ്മിക്കുകയും അവയ്ക്കാവശ്യമായ ജീവസുറ്റ അസ്തിത്വം നൽകുകയും ചെയ്ത ബാരിയിലാണ് അവർ പങ്കുചേർത്തതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവനോട് മാപ്പിരക്കുവാൻ പറയുന്നതിൽ പ്രത്യേകമായ സാങ്കത്യമുണ്ട്. അവരുണ്ടാക്കിയത് ജീവനില്ലാത്ത കാളക്കുട്ടി വിഗ്രഹത്തെ. അവർ ആരാധിക്കാൻ പഠിപ്പിക്കപ്പെട്ടത് സൃഷ്ടികളെ ജീവസുറ്റതാക്കുന്ന ഭാര്യനെ. അവർ നിർമ്മിച്ചത് അവർക്കറിയാവുന്ന കാളക്കുട്ടിയുടെ രൂപത്തെ. അവർ പൂജിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് ആർക്കും അറിയാത്ത മാതൃകകളിൽ സൃഷ്ടി നിർവഹിക്കുന്ന ഭാര്യനെ. തീർച്ചയായും ആ ഭാര്യനോട് തന്നെയാണ് അവർ മാപ്പിരക്കേണ്ടത്. അള്ളാഹുവിന്റെ നാമങ്ങൾ പ്രയോഗിക്കുമ്പോൾ പോലും എവിടെ ഏത് നാമം പ്രയോഗിക്കണമെന്ന വിഷയത്തിൽ ഖുർആൻ പുലർത്തുന്ന കൃത്യതയും സൗന്ദര്യവും അദ്ഭുതാവഹമാണ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ ആസ്വാദനം ഭാഗം 48, വിഗ്രഹപൂജയ്ക്കുള്ള പ്രായച്ചിത്തം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 54-ാമത്തെ ആയത്ത്. രചന MM അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ഖുർആൻ പാരായണവും തജ്വീദ് വിശദീകരണവും അബ്ദുള്ള തിരൂർക്കാട്. ഇൻഷാ അല്ലാഹ് തുടരും.